ഇന്നൊരു അടിപൊളി ഡേ ആയിരുന്നു. ഫോട്ടോസ് എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിയുടെ ഫോട്ടോസ് എടുത്ത് ഡേ ആയിരുന്നു. അപ്പം ബർത്ത്ഡേ പിന്നീടാണ് ആഘോഷിക്കുന്നത്. പപ്പടം വാങ്ങിക്കണം. പപ്പടം വാങ്ങാൻ പോകുമ്പോൾ വാങ്ങിക്കാം. പർച്ചേസ് ചെയ്യുന്നുണ്ട്, ഷോപ്പിംഗ് ഉണ്ട്. അപ്പം ഈ വീഡിയോ ഇത്രയും വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നല്ലൊരു ഡേ ആയിരുന്നില്ല ഇന്ന്. ഒരു അടിപൊളി കിടുക്കടിയായിരുന്നു. ഈ വീഡിയോ സൂപ്പർ ഡേ. അമ്പലത്തിൽ പോയി അവിടെ ഫോട്ടോസൊക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഏത് നോക്കണേ. ഓക്കെ, അപ്പോഴ് 27 എന്ന് പറയുന്ന അതിൻ്റെ ലിങ്ക് ഞാൻ യൂട്യൂബിൽ ഞാൻ കൊടുത്തേക്കാം. അത് പോയി നോക്കിയിട്ട് നിങ്ങൾ അതൊന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക. ഓക്കെ ഓക്കെ, ഇനി അടുത്ത പുതിയൊരു വീഡിയോയിലേക്കും ബൈ. അപ്പോൾ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മറ്റേ അത് മേക്ക് ഓവർ ചെയ്യാൻ പോകുന്നതാണ്. അതിന് മുന്നേ ആയിട്ടൊരു വീഡിയോ ഇടാൻ വേണ്ടി പോകുന്നത്. അമ്മാമേൻ്റെ ഇവിടെ ലഡുവും ജിലേബിയും വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാൻ വേണ്ടി, ലഡുവും ജിലേബിയും വാങ്ങിച്ച് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അതാണ് എൻ്റെ വീഡിയോ. സർപ്രൈസ് നിങ്ങളുടെ അടിക്കും. കവറൊന്നും വേണ്ട ഗായ്സ്. അപ്പം നമ്മൾ ഇറങ്ങിയിട്ട് എൻ്റെ ഗായ്സ് 1:30 തച്ചങ്കോട് ബസ്, തച്ചങ്കോട് കാപ്പോട് ഏതെങ്കിലും ബസ് കയറി പതുക്കെ പോയാൽ മതി. ഓക്കെ, പിടിച്ചപ്പോഴേക്കും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് 4 വീഡിയോ ഇടുന്നത്. നമുക്ക് തുടങ്ങാം. എൻ്റെ മാങ്ങയൊക്കെ നിൽപ്പുണ്ടായിട്ട് നിങ്ങൾ രസം. നമ്മൾ ഇവിടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇച്ചിരി വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. ഇപ്പോൾ ഇവിടെ എത്തിയതേ ഉള്ളൂ. കുറച്ച് ലൈറ്റ് ആവും. ഇപ്പം ഇടാൻ പോകുന്ന വീഡിയോ പിന്നെ മേക്ക് ഓവറിൻ്റെ വീഡിയോയും കൂടെ ഒരുമിച്ച് ഇടാമെന്ന് വിചാരിച്ച് എഡിറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ പറയിലായിട്ട് ഈ വീഡിയോ കൂടെ എഡിറ്റ് ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിച്ചേട്ടാ. 2 വീഡിയോ കൂടെ ഇടാൻ പോകുന്നത് സെപ്പറേറ്റ് ആയിട്ട് കേട്ടോ. ഈ വീഡിയോ ഇട്ടതിന് ശേഷം അടുത്ത വീഡിയോ മേക്ക് ഓവറിൻ്റെ എൻ്റെ മുടി വെട്ടുന്നതിൻ്റെ വീഡിയോ ഇരിക്കും കേട്ടോ. അയ്യോ, അങ്ങനെ ഇറങ്ങിയിരിക്കുന്നു കേട്ടോ. ഭയങ്കര വെയിൽ. ഈ വെയിൽ ഇനി എപ്പോഴും മാറുമെന്തോ അല്ലേ. പണിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. നാളെ പോകുന്നുണ്ട്. പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. നാളെ പോകും കേട്ടോ. നാളെ പോയി ഈ പണി തീരുന്നവരെ നമ്മളെ അവിടുത്തെ പണി പത്തനംതിട്ട റാന്നിയുടെ പണി തീരണ വരെ നമ്മളവിടെ നിൽക്കും. ചിലപ്പം ഏതെങ്കിലും ഒരു ദിവസമൊക്കെ നമുക്ക് അവിടെ നിന്ന് നിൽക്കാം. ഇവിടെ ഒരു പണി നടക്കുന്നുണ്ട്. ആ വീട്ടിൻ്റെ മണ്ടയിലാണ് പണി കേട്ടോ. അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് വീടിൻ്റെ. ഇവിടുത്തതും ഇച്ചിരി പണി നന്നായി നടക്കും. പിന്നെ നമ്മളെ സിറ്റിയിലെ റോഡൊക്കെ ഒന്ന് നന്നാക്കി ഇനി കുറച്ച് വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരും. പുതിയ ഫ്ലൈ ഓവറൊക്കെ വരെ. NH-60 പകുതിയോളം ആയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലമൊക്കെ. ബാക്കിയെല്ലാം ജില്ലയും അതേപോലെയൊക്കെ തന്നെ എല്ലാം സെറ്റാകും. അത് കഴിഞ്ഞ് അടുത്ത വർഷമൊക്കെ ആകുമ്പോൾ തന്നെ റോഡ് ഡെവലപ്പ് ആവുന്നതാണ്. അയ്യോ, അപ്പം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നാളത്തെ കാര്യമൊക്കെ ഒന്ന് സെറ്റാക്കണം. അവിടെ പോയാൽ എനിക്ക് വ്ളോഗ് എടുക്കാനുള്ള സൗകര്യമൊക്കെ അച്ഛൻ ചെയ്ത് തന്നിട്ടുണ്ട്. മാമനും തന്നിട്ടുണ്ട്, അനുവാദം തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമുക്ക് എവിടെ പോയാലും വ്ളോഗ് എടുക്കാം കേട്ടോ. നമുക്ക് ഇതേപോലത്തെ വീടാണെന്നും ഡൗട്ടുണ്ട് കേട്ടോ. അപ്പം ഇപ്പോൾ പോകണം. അഭിഗേസ് ഇവിടെ പാറയിൽ കൊണ്ടിട്ടിരിക്കണം കേട്ടോ. എന്തിനാണ് അങ്ങനെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഉത്സവത്തിൻ്റെ സംഭവങ്ങൾക്ക് ഇവിടെ ആരെയൊക്കെ പടം കൊടുത്തിരിക്കുന്നു.
ഗായ്സ് അങ്ങനെ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മളിവിടെ നിൽക്കാനായിട്ട് നമ്മളിവിടെ നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. ഇറങ്ങൂല കുറച്ച് കഴിയുമ്പോൾ കേട്ടോ. ഇനി കുറച്ച് ടൈം എടുക്കും ഇറങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ മരങ്ങളൊക്കെ വീണ് കിടക്കണൊക്കെ. ഇനി പോയി മുടി വെട്ടണം. അതിൻ്റെ വീഡിയോ അടുത്ത് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എന്നിട്ട് ഈ 2 വീഡിയോ കൂടെ ഒരുമിച്ചിടാം. എന്നിട്ട് അടുത്തത് എൻ്റെ അടുത്തത് എന്ന് പറയുന്നത് ബർത്ത്ഡേയുടെ അല്ലെങ്കിൽ അങ്ങനെ തന്നെ ബർത്ത്ഡേ. ഇന്ന് മൊത്തത്തിൽ 5 വീഡിയോ എടുത്തല്ലേ. 5 ഇതെടുത്ത് ഒരു റിവ്യൂ എടുത്ത് പിന്നെ രാവിലെ ഒരു അമ്പലത്തിൽ പോയത് എടുത്ത്. ഇപ്പോൾ എടുത്തത് അമ്മാമ്മേരെ വീട്ടിൽ ഇത് കൊടുക്കാൻ വേണ്ടി വന്നത്. അടുത്തത് മേക്ക് ഓവറാണ് കേട്ടോ. അപ്പോൾ അടുത്ത് മേക്ക് ഓവറാണ് കേട്ടോ. ഇത് അതിൻ്റെ ചെയ്യുന്നില്ല. അവിടെ എന്തൊരു ഇത് നടക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇവിടെ നിൽക്കില്ല. വാഴിക്കപ്പോൾ കൊടുത്ത് വാഴിക്കപ്പം കഴിച്ച് നമ്മൾ ഉഴുന്നൂടെ അമ്മാമ്മ കഴിച്ചു. വാഴിക്കപ്പോൾ ഞാനും കഴിച്ച്. എൻ്റെ അവിടെ മെനു അവിടെ എന്തോരം ചെയ്ത് വെച്ചിരിക്കുന്നു. അതൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന ലഡുവ് കൊടുത്ത് ലഡുവും കഴിച്ച്. വന്നപ്പോൾ തന്നെ ലഡുവും കഴിച്ച്. കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അമ്മ വിളിച്ചിരുന്നു ഇങ്ങോട്ട്. പിന്നെ അമ്മയെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നു. അച്ഛൻ്റെ അടുത്ത് ഇവിടെ വന്നെന്ന് പറഞ്ഞ് അച്ഛന് നാളെ ഞായറാഴ്ച എന്ന് വിചാരിച്ചു തന്നിരുന്നത്. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ശനിയാഴ്ച എന്നുള്ള കാര്യം. നാളെ ശനിയാഴ്ചയാണ്. നാളെ ശനിയാഴ്ച ആയതുകൊണ്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് പിന്നെ എടുക്കാം. നമ്മളിവിടെ നിൽക്കുന്നേ ഉള്ളൂ കേട്ടോ. വീണ്ടും ഇത് അരിഞ്ഞു പോയായിരുന്നു. അപ്പോൾ വീണ്ടും ഒന്ന് കെട്ടി കേട്ടോ. നമ്മളിവിടെ നിൽക്കണേ ഉള്ളൂ. ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു 3:30 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. 3:30 മണിയാകാൻ പോണതേ ഉള്ളൂ കേട്ടോ. അപ്പോഴും നമ്മളിവിടെ നിന്ന് ഇറങ്ങുന്നതാണ്. നമ്മളുണ്ട് ഇവിടെ നിൽക്കുന്നതല്ല കേട്ടോ. ഒരു കൊലയൊക്കെ അവിടെ നിൽപ്പുണ്ട്. ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങണം. അയ്യോ ചായ ഇട്ട് ഒരു ഓല എടുക്കണം. ഓലയൊക്കെ വന്ന് കിടപ്പുണ്ട് കേട്ടാ. ഒന്ന് നോക്കട്ടെ. ഇപ്പോൾ എത്രയായുള്ളൂ. ചായ ഇട്ടിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് വീട്ടിൽ നിന്ന്. അമ്മാമ്മേരെ അവിടെ നിന്ന് ഇറങ്ങി. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെടുകയിലേക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ പുതിയ വിടുന്നതായിരിക്കും. ബായ്. ഞാൻ അടുത്ത മൂന്നാമത്തെ വീഡിയോ ഇടാം. ബൈ.